യോഗി ആദിത്യനാഥിനെ ഒരു തന്റെ സ്ഥാനത്തിന് നേരെയുള്ള ഒരു വെല്ലുവിളിയായിട്ടാണ് അമിത്ഷാ കാണുകയും ചെയ്തത്. 3 സംസ്ഥാനത്തെ അവരുടെ BJPയുടെ ഇത് പ്രശ്നമുണ്ട്. മഹാരാഷ്ട്ര, രാജസ്ഥാൻ, UP. ഈ 3 പ്രദേശങ്ങളിലും BJPയുടെ പ്രധാനപ്പെട്ട നേതാക്കൾ ഒന്നുകിൽ ബ്രാഹ്മണരോ ഠാക്കൂർമാരുമാണ്. BJPയുടെ ഒരു പിന്നാക്ക ഹിന്ദു വോട്ടുകൾ കുറഞ്ഞു പോകുന്നു എന്നുള്ളൊരു വലിയ പരാതി ഉയർന്നു വരുന്നുണ്ട്. സ്വാഗതം ഇൻസൈറ്റിലേക്ക്. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് കൻവർ യാത്ര, കാവിഡ് യാത്ര എന്നൊക്കെ അറിയപ്പെടുന്ന ഗംഗയിലേക്കുള്ള തീർത്ഥയാത്ര. ഗംഗാജലം ശേഖരിക്കാനും അത് കൊണ്ടുവരാനും തിരിച്ചു കൊണ്ടുവരാനും ഇതിൽ ചേർന്നതാണ് ഈ തീർത്ഥയാത്ര എന്ന് പറയുന്നത്. ഈ തീർത്ഥയാത്രയുടെ മറവിൽ വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കാൻ നടത്തിയ ശ്രമങ്ങളെക്കുറിച്ചാണ്. ഈ തീർത്ഥയാത്ര കടന്നു പോകുന്ന വഴിയിൽ പ്രധാനമായിട്ടും ഉത്തർപ്രദേശിലെ മുസഫർ നഗറിൽ അവിടെയുള്ള ഹോട്ടലുകൾ, ആ ഹോട്ടലുകൾ ആരുടെ ഉടമസ്ഥതയിലുള്ളതാണ് എന്ന പേരുകൾ പ്രദർശിപ്പിക്കണം എന്നാണ് ഉത്തർപ്രദേശിലെയും ഉത്തരാഖണ്ഡിലെയും ഈ യാത്ര കടന്നു പോകുന്ന വഴികളിലൊക്കെയുള്ള ഹോട്ടലുകൾ അവർ ഉടമയുടെ പേര് പ്രദർശിപ്പിക്കണം എന്ന നിർദ്ദേശമാണ് ഉത്തരാഖണ്ഡ് സർക്കാരുകൾ നൽകിയിരുന്നത്. ഇന്ന് സുപ്രീം കോടതി ഇത് ചോദ്യം ചെയ്തുള്ള ഹർജി പരിഗണിക്കുകയും ഈ ഉത്തരവ് തൽക്കാലത്തേക്ക് സ്റ്റേ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഉത്തർപ്രദേശ്, ഉത്തരാഖണ്ഡ് സർക്കാരുകളോട് വിശദീകരണം ചോദിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ എന്തിന് ഈ ശ്രമം എന്നുള്ള ചോദ്യം വളരെ പ്രസക്തമാണ്. മുൻപില്ലാത്ത വിധത്തിൽ എന്തുകൊണ്ടാണ് ഈ തീർത്ഥയാത്ര കടന്നു പോകുന്ന വഴികളിലുള്ള ഹോട്ടലുകൾ ഉടമകളുടെ പേരുകൾ പ്രദർശിപ്പിക്കണം എന്ന് പറഞ്ഞത് എന്തുകൊണ്ട് എന്നുള്ള ക്വസ്റ്റ്യനുണ്ട്. അതിൻ്റെ രാഷ്ട്രീയ ലക്ഷ്യം എന്താണ് എന്നുള്ള ചോദ്യമുണ്ട്. നമുക്കൊപ്പം ഉള്ളത് മുതിർന്ന മാധ്യമപ്രവർത്തകനായ ശ്രീ ദിവാകരനാണ്. സ്വാഗതം ഇൻസൈറ്റിലേക്ക്. നമ്മളിത് സംസാരിക്കുമ്പോൾ ഇത് എന്തിനു വേണ്ടിയാണ് എന്നുള്ളത് വളരെ പ്രകടമാണ്. ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉത്തർപ്രദേശിലുണ്ടായ വലിയ തിരിച്ചടിയിൽ നിന്ന് തിരിച്ച് വരുന്നതിനുള്ള ശ്രമങ്ങളുടെ ഭാഗമായിട്ടുള്ള വർഗീയ ധ്രുവീകരണം അത് കുറെ കൂടെ ആഴത്തിലാക്കുക എന്നുള്ളത് വളരെ വ്യക്തമായ ഉദ്ദേശമാണ്. അതിൻ്റെ ഭാഗമായി തന്നെയാണ് ഇങ്ങനൊരു നിർദ്ദേശം വച്ചിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. എന്തുകൊണ്ട് ഈ യാത്ര തിരഞ്ഞെടുക്കുന്നു? മറ്റ് കുറെ കൂടെ ആഴത്തിൽ ഇത് സൃഷ്ടിക്കാൻ സാധിക്കും എന്നുള്ള തോന്നലിൻ്റെ അടിസ്ഥാനത്തിലാണോ? അല്ല, ഇതിനൊരു 2-3 കാര്യങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒന്ന്, എന്തുകൊണ്ട് മുസഫർ നഗർ എന്നുള്ളതുണ്ട്. 2, എന്തുകൊണ്ട് ഈ കാവഡ് യാത്ര എന്നുള്ളതുണ്ട്. ഈ കാവഡ് യാത്ര ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വർഷത്തിൽ 2 തവണ വീതം പണ്ട് നടക്കാറുള്ള ഒരു കാര്യമാണ്. ഇപ്പോൾ ഒരു തവണയാണ് പ്രധാനമായും നടക്കുന്നത്. ഇത് ഇപ്പോൾ ഈ ശ്രാവണ മാസമാണ്. ശ്രാവണ മാസം പൊതുവെ ഈ ശിവന്റെ മാസമായിട്ടാണ് ഉത്തരേന്ത്യക്കാര് വിശ്വസിക്കുന്നത്. അപ്പൊ ശിവഭക്തര് ഉത്തരേന്ത്യയിലെ പല സ്ഥലത്തു നിന്ന് ഇതേപോലെ കാൽനടയായിട്ട് യാത്ര ചെയ്ത് ഹരിദ്വാറിലോ അതേപോലെയുള്ള അവിടുത്തെ പുണ്യമായ സ്ഥലങ്ങളിൽ നിന്ന് വിശ്വസിക്കപ്പെടുന്ന സ്ഥലങ്ങളിൽ നിന്ന് ഈ ഗംഗാജലം കളക്ട് ചെയ്തത് പരശുരാമ ഒരു വിശ്വാസവുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിശ്വാസമാണ്. പരശുരാമൻ ഇതേപോലെ ഈ അവിടെ ശിവവിഗ്രഹത്തില് ഗംഗയിൽ നിന്ന് ജലം ഒഴിച്ച് അഭിഷേകം ചെയ്തതിന്റെ സ്മരണയ്ക്ക് വേണ്ടിയിട്ടാണ് ഇതേപോലെ കൊണ്ടുപോവുക. അതേപോലെ തിരിച്ചു പോകുമ്പോൾ ഒരു മുളയുടെ ഒരു കോലിൽ കെട്ടിയിട്ട് അതിന്റെ അപ്പുറം ഇപ്പുറവും ഉള്ള ചെറിയ കുടങ്ങളില് ഇത് വെള്ളം ശേഖരിച്ച് അത് ഭൂമിയെ സ്പർശിക്കാതെ കൊണ്ടുപോകണം എന്നുള്ളതാണ് ഇവരുടെ ഒരു വിശ്വാസം. യാത്രയിലുടനീളം അവരുടേതായിട്ടുള്ള ഒരു വ്രതങ്ങൾ അനുഷ്ഠിക്കണം എന്നൊക്കെ തുടങ്ങിയിട്ടുള്ള വിശ്വാസങ്ങളുണ്ട്. ഇതിപ്പോ നമുക്കറിയാം ദീർഘകാലമായിട്ട് ഇതുണ്ടെങ്കിലും ഇതിന്റെ ഒരു പ്രാക്ടീസ് ശക്തിപ്പെടുന്നത് ഒരു ലേറ്റ് 80s ആയിട്ടുള്ളതാണ്. ഈ ലേറ്റ് 80s ഈ മറ്റേ ബാബരി മസ്ജിദ് പൊളിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഹിന്ദുവാണെന്നതിൽ അഭിമാനിക്കുന്നു എന്ന് പറഞ്ഞിട്ടുള്ള വിശുദ്ധ പരിഷത്തിന്റെ ഈ രാമക്ഷേത്ര ഒരു ആഘോഷവും അതിനോടനുബന്ധിച്ച് പല സംഘപരിവാർ സംഘടനകൾ രാജ്യത്തുടനീളം ശക്തമാവുകയും ചെയ്തിട്ടുള്ള ഒരു സാഹചര്യത്തിലാണ് ഈ കോവിഡ് യാത്ര തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ഇന്ത്യയിൽ കുറച്ചും കൂടി ശക്തമാവുന്നത്. അപ്പൊ അതിനെക്കുറിച്ചിട്ടുള്ള ദീർഘമായിട്ടുള്ള പഠനങ്ങൾ വന്നിട്ടുണ്ട്. ഒന്ന്, ഈ കോവിഡ് യാത്രയില് ഏതാണ്ട് ഒരു 90% ഒരു ദളിത് പിന്നാക്ക വിഭാഗത്തിൽ നിന്നുള്ള ഒരു ആളുകളാണ്. ഉത്തരേന്ത്യയിലെ പല പ്രദേശങ്ങളിൽ നിന്നുള്ള ഈ ദരിദ്രമരായിട്ടുള്ള മനുഷ്യരാണ് കൂടുതൽ. ഇപ്പൊ ശിവരാത്രിയോടനുബന്ധിച്ചും ഈ ശ്രാവണത്തിലെ ശിവരാത്രിയോട് മഹാശിവരാത്രിയും ശ്രാവണ ശിവരാത്രിയും ഉണ്ട്. ഈ ശ്രാവണ ശിവരാത്രിയോടനുബന്ധിച്ചിട്ട് ഉത്തരേന്ത്യയിൽ നിന്ന് പല ശിവഭക്തരും കാറിലും അതേപോലെ കപ്പിളായിട്ടും അവർ കുടുംബമായിട്ടും മറ്റു ബസ്സിലും ഒക്കെ ആയിട്ട് ഈ ഹരിദ്വാറിലും മറ്റും സന്ദർശനം നടത്തി ഈ പൂജകൾ ചെയ്യാറുണ്ട്. പക്ഷെ അതിനേക്കാൾ കൂടുതൽ കാൽനടയായിട്ട് ചെയ്യുന്ന ആളുകളിൽ
ഭൂരിപക്ഷവും ഈ പറഞ്ഞ രീതിയിൽ വളരെ ദരിദ്രമായിട്ടുള്ള, വളരെ വിനീതമായിട്ടുള്ള സാമൂഹ്യ സാഹചര്യങ്ങളിൽ നിന്ന് വരുന്ന ആളുകളാണ്. അതിന്റെ ഓരോ വർഷവും ഇത് കൂടുന്നതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ഉത്തരേന്ത്യയിലെ തൊഴിലില്ലായ്മയുടെ വർധനവ് മുതൽ ഈ ദാരിദ്ര്യ മേഖലയിൽ ജീവിക്കുന്ന ദളിത് പിന്നാക്ക വിഭാഗത്തിൽപ്പെട്ട മനുഷ്യർക്ക് അവരുടെ മുഖ്യധാര ഹിന്ദുവിസത്തിലേക്ക്, ബ്രാഹ്മണിക്കൽ ഹിന്ദുവിസത്തിലേക്ക് കടന്നു വരാനുള്ള അവരുടെ ഒരു ശ്രമത്തിന്റെ ഭാഗം കൂടിയാണ് എന്നൊക്കെ തുടർന്ന് വളരെയധികം പഠനങ്ങൾ വന്നിട്ടുണ്ട്. പക്ഷെ ഈ വിശ്വ ഹിന്ദു പരിഷത്ത്, RSS, പിന്നെ ഹിന്ദു യുവവാഹിനി, പിന്നെ ബജ്രംഗ് ദൾ തുടങ്ങിയിട്ടുള്ള സംഘടനകൾ കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട് ഈ കാവഡ് യാത്ര കടന്നു പോകുന്ന പ്രദേശങ്ങളിൽ മുഴുവൻ ഷാമിയാന വച്ചിട്ട് പല സ്ഥലങ്ങളിലും സ്വീകരണം നൽകുന്നതും, പലതരത്തിലുള്ള ഈ സെന്ററുകളിൽ, ചത്തുരങ്ങളിലെല്ലാം സ്വീകരണം നൽകുകയും ഇവർക്ക് ദാഹജലം നൽകുക, വിശ്രമിക്കാനുള്ള സ്ഥലം നൽകുക തുടങ്ങിയിട്ടുള്ള പരിപാടികളൊക്കെ ചെയ്ത് ഇതിനെ ഒരു ആഘോഷമാക്കി മാറ്റിയിട്ടുണ്ടായിരുന്നു. അതിനെ തുടർന്ന് ഇവർക്ക് കിട്ടിയിട്ടുള്ള, അല്ലെങ്കിൽ ഇതിലെ ഒരു ചെറിയ വിഭാഗത്തിനെങ്കിലും അത് ഇവർ കടന്നു പോകുന്ന പ്രദേശങ്ങളിൽ ഒരു വയലൻസ് ഉണ്ടാവാനായിട്ട് കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ നമുക്കൊക്കെ ഡൽഹിയിൽ ഉണ്ടായിരുന്ന കാലത്ത് നല്ലോണം അറിയാവുന്നതാണ്. ഇതിപ്പോ ആ സീസൺ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പ്രദേശത്തേക്ക് കഴിയുന്നത്ര ആരും കാറ് കൊണ്ടുപോകില്ല. കാരണം മുഖ്യ വഴിയിലൂടെ കടന്നിട്ട് വേണം ഡൽഹിയിലൊക്കെ പോകാനായിട്ട്. ഇപ്പോൾ മുസഫർ നഗർ എന്ന് പറയുന്ന UP ഒരു പ്രധാനപ്പെട്ട കേന്ദ്രമാണ്. മുസഫർ നഗറിലൂടെ കടന്നിട്ട് വേണം ഈ ഉത്തരാഖണ്ഡിലെ പല പ്രദേശങ്ങളിലേക്കും പോകാനായിട്ട്. ബീഹാറിൽ നിന്ന് അടക്കമുള്ള ആളുകൾ 250 കിലോമീറ്റർ ഒക്കെ സഞ്ചരിച്ച്, കാൽനടയായിട്ട് സഞ്ചരിച്ച് പോകുന്ന ആളുകളുണ്ട്. അപ്പൊ ഇവരെല്ലാം വലിയ സംഘമായിട്ടാണ് യാത്ര ചെയ്യുന്നത്. അപ്പൊ എല്ലാവരും കുറച്ചു കാലം ഇതിൽ ജാഗ്രത കാണിക്കാറുണ്ട്. പക്ഷെ ഇത് വയലൻസ്, ഇപ്പൊ നമുക്കറിയാം കഴിഞ്ഞതിന് മുമ്പത്തെ വർഷം 2022 ഹരിദ്വാറിൽ ഇതൊരു വലിയ വയലൻസ് ആയിട്ട് മാറുകയും ഇത് ഒരു സൈനികന്റെ കൊലപാതകത്തിലേക്ക് എത്തുക വരെ ചെയ്തു. ഒരു മറാത്ത ലൈറ്റ് റെജിമെന്റിലെ 26 വയസ്സുള്ള ഒരു യുവാവിനെ, ഒരു സൈനികനെ ഈ ഭക്തർ എന്ന് പറയുന്ന ഈ ആൾക്കൂട്ടം ഒരു മർദ്ദിച്ച് കൊലപ്പെടുത്തുക വരെ ചെയ്തു. അപ്പൊ അത്തരം ഒരു ഗൗരവമേറിയ ഒരു സിറ്റുവേഷനിലേക്ക് ഈ കാര്യങ്ങൾ എത്തുന്ന ഒരു സാഹചര്യം പല സമയത്തും ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതിന്റെ രീതിയിൽ അതിന്റെ ഒരു പ്രധാനപ്പെട്ട, നമ്മൾ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട പോയിന്റ് ഇതിലെ ഒരു ദളിത് പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള ആളുകളാണ് ഇതിലുള്ളത്. ഇതൊരു പ്രധാനപ്പെട്ട ഒരു ഭക്തരായിട്ടുള്ളത് എന്നുള്ളതാണ് ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് ഇപ്പോഴത് ചെയ്യുന്നത് എന്നുള്ളതാണ്. അത് നമുക്കറിയാം. കഴിഞ്ഞ ഒരു 2013 മുതൽ 2013 മുസഫർ നഗറിൽ ഈ പറയുന്ന രീതിയിൽ ഒരു കലാപം ആരംഭിക്കുന്നത്. 2013 അന്ന് അഖിലേഷ് യാദവ് ആണ് ഉത്തർപ്രദേശ് ഭരിക്കുന്നത്. അപ്പൊ ആ കാലത്ത് മുഴുവൻ, അതിനു മുമ്പുള്ള ഏതാണ്ട് 20 വർഷക്കാലത്തോളം BJPക്ക് അവിടെ ഭരണം ഉണ്ടായിട്ടില്ല. 93 കാലത്തൊക്കെയാണ് അവസാനത്തെ ഒരു ഭരണം ഉണ്ടാവുന്നത്. അതിനുശേഷമുള്ള ഏതാണ്ട് 20 കൊല്ലത്തോളം SP BSP ഭരണമാണ് മാറി മാറി ഉണ്ടായിട്ടുള്ളത്. 2013 യഥാർത്ഥത്തില് BJPക്ക് അവിടെയുള്ള ഈ 10 സീറ്റേ അവർക്ക് നിലവിലുള്ളൂ. 2013 ഒരു 80 സീറ്റിൽ 10 ലോക്സഭാ സീറ്റ്, 47 46 നിയമസഭാ സീറ്റുകൾ മാത്രമുള്ള 15% മാത്രം വോട്ടുള്ള ഒരു ചെറിയ പാർട്ടിയാണ് അക്കാലത്ത് BJP UPയില്. 2013 മുസഫർ നഗറിൽ നമുക്കറിയാം പടിഞ്ഞാറൻ UPയില് ഏതാണ്ട് ഡൽഹിയോടൊക്കെ ചേർന്ന് കിടക്കുന്ന പ്രദേശത്താണ് മുസഫർ നഗർ ഉള്ളത്. മുസഫർ നഗറിൽ നിന്ന് ഈ സമീപ പ്രദേശങ്ങളിലേക്ക്, കൈറാനയിലേക്ക്, മറ്റു പ്രദേശങ്ങളിലേക്ക് എല്ലാം ഇത് പടർന്നു പിടിക്കുകയും ഇത് സെൻട്രൽ UP വഴി ഏതാണ്ട് കിഴക്കൻ UP വരെ എത്തുകയും ഗോരഖ്പൂർ വലിയ കലാപം ഉണ്ടാവുകയും അങ്ങനെ UP മുഴുവൻ കലാപം പടർന്നു പിടിച്ചു. അപ്പൊ അതിനു മുമ്പുള്ള മുസഫർ നഗർ എന്ന് പറയുന്നത്, മുസഫർ നഗർ ബേസിക്കലി ഒരു തരത്തിൽ ജാട്ടുകള്, ഗുജ്ജറുകൾ, മുസ്ലിങ്ങൾ, ഇവരാണ് പ്രധാനപ്പെട്ട ഒരു സമൂഹം അവിടെ ഉള്ളത്. അതില് ജാട്ടുകൾ കൃഷിക്കാരാണ്. വളരെ വളരെ ദീർഘകാലമായിട്ട് ഇപ്പൊ ചൗധരി ചരൺ സിംഗിനെ പോലെയുള്ള പ്രമുഖരായിട്ടുള്ള ആളുകളാണ് ആ പ്രദേശത്തെ ജാട്ട് നേതാക്കൾ ആയിരുന്നത്. അവരെല്ലാം ഈ മുസ്ലിം സമൂഹവും എല്ലാമായിട്ട് ചേർന്നാണ് എല്ലാ കാലത്തും പ്രവർത്തിച്ചിരുന്നത്. പിന്നെ ഗുജ്ജറുകൾ സ്വാഭാവികമായിട്ടും ഈ കാലി വളർത്തലും അതിന്റെ പരിപാലനവുമാണ് അവരുടെ ജീവിതമാർഗം. പിന്നെ കൃഷിയിലെ സഹായങ്ങൾ ചെയ്യുക, തോട്ടങ്ങളുടെ മെയിൻ്റെനൻസ്, ഇതെല്ലാമാണ് സാധാരണ ഇവിടുത്തെ മുസ്ലിങ്ങൾ ചെയ്യുന്നത്. ഇപ്പൊ മാങ്ങ, ലീച്ചി, പേരയ്ക്ക, ഇതെല്ലാം വളരെ ധാരാളമായിട്ടുണ്ടാവുന്ന ഒരു പ്രദേശമാണ് മുസഫർ നഗറിൽ.
അപ്പൊ അങ്ങനെയുള്ള ആ പ്രദേശത്തെ സ്വാഭാവികമായിട്ട്, പ്രത്യേകിച്ചും അതിനു മുമ്പുള്ള ഒരു 20 വർഷത്തോളം 90കളുടെ പകുതി മുതൽ SP BSP തുടങ്ങിയിട്ടുള്ള പാർട്ടികൾ പിന്നാക്ക ഹിന്ദുക്കളെയും ദളിതരെയും സമാഹരിക്കുകയും അവരെ ഒന്നിച്ചു ചേർക്കുകയും അവരെ രാഷ്ട്രീയ ശക്തിയായിട്ട് വളർത്തുകയും ചെയ്തിട്ടുണ്ട്. ഇതോടുകൂടി അവിടെ ബി ജെ പിക്ക് 2014 മുമ്പ് 2013 കാലം എത്തുമ്പോഴേക്കും BJPയുടെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ BJP ദേശീയ രാഷ്ട്രീയത്തിലേക്ക് നരേന്ദ്രമോദി മുൻനിർത്തി കടന്നു വരാനുള്ള എല്ലാ ശ്രമവും നടത്തുക മാത്രമല്ല അവർ ഏതാണ്ട് വിജയിച്ച മട്ടാണ്. കാരണം 2012 മറ്റേ കറപ്ഷൻ മറ്റേ ക്യാമ്പയിൻ വരുന്നു, UPA സർക്കാരിനെതിരെ വലിയ ജനരോഷം ഉയരുന്നു. അതിനെ തുടർന്ന് 2013 ആകുമ്പോഴേക്കും നരേന്ദ്രമോദിയെ മുൻനിർത്തി ഗുജറാത്ത് നരേന്ദ്രമോദി നടത്തിയ വികസനങ്ങൾ എന്നുള്ള പേരിലുള്ള വ്യാജ വാർത്തകൾ പ്രചരിക്കുന്നു. ഇനി രാജ്യം രക്ഷപ്പെടണമെങ്കിൽ ഇതൊരു അഴിമതി വിമുക്ത വികസനോന്മുഖ രാജ്യമായിട്ട് ഇന്ത്യ വളരണമെങ്കിൽ നരേന്ദ്രമോദിയെ പോലുള്ള ഒരാൾ പ്രധാനമന്ത്രിയാകാതെ മറ്റൊരു നിവൃത്തിയില്ല എന്നുള്ളൊരു വ്യാഖ്യാനം ഇന്ത്യൻ രാഷ്ട്രീയ ഭൂമികയിൽ ഉയരുന്ന ഒരു കാലമാണത്. ആ കാലത്ത് പക്ഷെ BJPക്ക് അറിയാവുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം, ഉത്തർപ്രദേശ് വിജയിക്കാതെ ഒരു കാരണവശാലും ഇന്ത്യയിൽ ഒരു രാഷ്ട്രീയ അധികാരം നേടാനായിട്ട് BJPക്ക് സാധിക്കില്ല എന്നുള്ളതാണ്. അപ്പൊ അതുകൂടി കണക്കിലെടുത്തിട്ടാണ് ഈ പറഞ്ഞ ഇന്ത്യൻ എക്സ്പ്രസ് ഒക്കെ നടത്തിയിട്ടുള്ള ഇപ്പൊ മലയാളിയായിട്ടുള്ള അപ്പുവസോ സുരേഷ് എന്ന് പറയുന്ന ജേർണലിസ്റ്റ് അടക്കമുള്ള ആളുകൾ ഇന്ത്യൻ എക്സ്പ്രസിന് വേണ്ടി നടത്തിയിട്ടുള്ള ദീർഘമായിട്ടുള്ള അന്വേഷണ പരമ്പരയിൽ നിന്ന് മക്കാലത്ത് 2013 കാലത്ത് ഉത്തർപ്രദേശിലും ബീഹാറിലും ഉണ്ടായിട്ടുള്ള ഏതാണ്ട് 100-ലധികം കലാപങ്ങൾ മാനുഫാക്ചേർഡ് കലാപങ്ങളാണ്. കലാപങ്ങൾ സ്വാഭാവികമായിട്ട് ഉണ്ടായത് പോലുമല്ല, അത് സൃഷ്ടിച്ചെടുത്ത കലാപങ്ങളാണെന്ന് തെളിവ് സഹിതം കണ്ടെത്തിയിട്ടുണ്ട്. അപ്പൊ ഈ മുസഫർ നഗറിലൊക്കെ ഉണ്ടായിട്ടുള്ള ആ കലാപങ്ങൾ മുഴുവൻ ആ രീതിയിൽ ഉണ്ടായി വന്നിട്ടുള്ള കലാപങ്ങളായിരുന്നു. കലാപങ്ങൾ എന്നൊക്കെ നമ്മളിപ്പോൾ പറയുന്നെങ്കിലും മിക്കവാറും അത് മുസ്ലിം ജനവിഭാഗങ്ങൾക്ക് നേരെയുള്ള ആക്രമണങ്ങളായിരുന്നു. ഏകപക്ഷീയമായിട്ടുള്ള ആക്രമണങ്ങളും അതിനോടുള്ള ചെറുത്തുനിൽപ്പുകളുമായിരുന്നു അതിൽ ധാരാളമായിട്ടുണ്ടായിരുന്നത്. എന്തായാലും 2013 ആ കലാപങ്ങൾ മുസഫർ നഗറിൽ നിന്ന് തുടങ്ങിയ കലാപത്തിന്റെ തുടർച്ചയായിട്ടാണ് 2014 BJP മൃഗീയ ഭൂരിപക്ഷത്തില് UP-യിൽ വിജയിക്കുന്നത്. അതായത് 10 ലോക്സഭാ സീറ്റുകളും 403 നിയമസഭാ സീറ്റിൽ 47-ഓ 46-ഓ മാത്രം ഉണ്ടായിരുന്ന BJP 73 സീറ്റായിരുന്നു, ലോക്സഭാ സീറ്റാണ് 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പ് നേടുന്നത്. 46-ഓ 45-ഓ 7% അവരുടെ വോട്ടിംഗ് ശതമാനം 15% നിന്ന് കുത്തനെ ഉയരുകയും ചെയ്തു. ഏതാണ്ട് കഴിഞ്ഞൊരു 10 വർഷമായിട്ട് അത് പൂർണ്ണമായിട്ടും അവർക്ക് നിലനിർത്താനായി ഒരു പിന്നാക്ക ഹിന്ദു വോട്ടുകൾ അവർക്ക് ഒരു ശക്തമായിട്ട് ശേഖരിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം അവർ മെയിൻറ്റെയിൻ ചെയ്തു. 2 നിയമസഭാ തെരഞ്ഞെടുപ്പും ഏതാണ്ട് 2 ലോക്സഭാ തെരഞ്ഞെടുപ്പും ആ രീതിയിൽ വിജയിച്ച് അവർ നിൽക്കുമ്പോഴാണ് ഈ 3ാമത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഇപ്പോൾ ഈ സംഭവിക്കുന്നത്. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പക്ഷേ മുസഫർ നഗർ അടക്കമുള്ള സ്ഥലത്ത്, മുസഫർ നഗറിൽ കഴിഞ്ഞ 10 വർഷമായിട്ട് ഈ കലാപങ്ങളുടെ ആസൂത്രകനായിരുന്ന സഞ്ജീവ് ബാലിയനാണ് MP ആയിരുന്നത്. സഞ്ജീവ് ബാലിയൻ അവിടെ മുസഫർ നഗറിൽ തോക്കുക, മുസഫർ നഗറിൽ തൊട്ടടുത്തുള്ള കൈറാനയിൽ ഒരു മുസ്ലിം സ്ഥാനാർത്ഥി വിജയിക്കുക, അങ്ങനെയുള്ളൊരു സാഹചര്യം ഉണ്ടായതോടുകൂടി പിന്നാക്ക ഹിന്ദുക്കളുടെ വോട്ട് കുറഞ്ഞുപോയി അല്ലെങ്കിൽ കൈവിട്ടുപോയി എന്നുള്ളൊരു പ്രശ്നം BJPക്ക് മുന്നിൽ വന്നിട്ടുണ്ട്. മാത്രമല്ല BJPക്ക് മുന്നിൽ ഒരു 3 സംസ്ഥാനത്തെ അവരുടെ BJPയുടെ ഇത് പ്രശ്നമുണ്ട്. മഹാരാഷ്ട്ര, രാജസ്ഥാൻ, UP ഈ 3 പ്രദേശങ്ങളിലും BJPയുടെ പ്രധാനപ്പെട്ട നേതാക്കൾ ഒന്നുകിൽ ബ്രാഹ്മണരോ ഠാക്കൂർമാരുമാണ്. മഹാരാഷ്ട്രയില് ഉപമുഖ്യമന്ത്രിയായിട്ടുള്ള മുൻ ദേവേന്ദ്ര ഫട്നാവിസ്, അതേപോലെ തന്നെ രാജസ്ഥാനിലെ ശർമ്മ, ഇവിടെ യോഗി ആദിത്യനാഥ് ഠാക്കൂർ, 2 ബ്രാഹ്മണരും 1 ഠാക്കൂറും. അപ്പൊ ഈ ബ്രാഹ്മണരോ ഠാക്കൂറോ നേതാക്കന്മാരായിട്ടുള്ള പ്രദേശങ്ങളിൽ BJPയുടെ ഒരു പിന്നാക്ക ഹിന്ദു വോട്ടുകൾ കുറഞ്ഞു പോകുന്നു എന്നുള്ളൊരു വലിയ പരാതി ഉയർന്നു വരുന്നുണ്ട്. പ്രത്യേകിച്ചും യോഗി ആദിത്യനാഥിനെ അമിത്ഷായും തമ്മിൽ നല്ല ബന്ധത്തിലുള്ള എന്നുള്ളതെന്ന് BJPയിൽ ഏതാണ്ട് പരസ്യമായി കഴിഞ്ഞ ഒരു കാര്യമാണ്. യോഗി ആദിത്യനാഥിനെ തനിക്ക് തന്റെ സ്ഥാനത്തിന് നേരെയുള്ള ഒരു വെല്ലുവിളിയായിട്ടാണ് അമിത്ഷാ കാണുകയും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ യോഗി ആദിത്യനാഥിന് ഗവൺമെന്റിന് എതിരായിട്ടുള്ള ഒരു വികാരമായിട്ട് അല്ലെങ്കിൽ ഒരു ഠാക്കൂർ നടത്തിയ ഒരു പ്രശ്നത്തിന്റെ ഭാഗമായിട്ട് അതിനെ കാണുകയും UP-യിലെ പരാജയം അത് ഇങ്ങനെ ഒരു സമവാക്യത്തിലേക്ക് ഇവര് കൊണ്ടുപോവുകയും ചെയ്തു. അതായത് ഇതിനൊരു വേറെ തരത്തിലും കാണാം. അതായത് ഈ പരാജയങ്ങളിൽ ഒന്നും മോഡിയെ ബാധിക്കാത്ത തരത്തിലേക്കാണ് BJP അതിനെ ഇന്റേണലി വ്യാഖ്യാനം ചെയ്യുന്നത്.
ഇത് മുഴുവൻ ഈ പറയുന്ന ഈ മേൽജാതി മുഖ്യമന്ത്രിമാരോ നേതാക്കന്മാരോ ഉണ്ടായിരുന്ന സ്ഥലത്തുണ്ടായിട്ടുള്ള പ്രശ്നങ്ങളാണ്. അവിടെയാണ് ഈ പിന്നാക്ക വോട്ടുകൾക്ക് കുറവുണ്ട്. അപ്പം ഇപ്പൊ കേശവ പ്രസാദ് മൗര്യ ഉപയോഗിച്ചിട്ട്, കേശവ പ്രസാദ് മൗര്യ ഉപമുഖ്യമന്ത്രിയും UP-യിലെ BJP-യുടെ ഏറ്റവും വലിയ OBC ലീഡറുമാണ്. അപ്പൊ കേശവ പ്രസാദ് മൗര്യ ഉപയോഗിച്ചിട്ട് ഇപ്പോൾ ഈ പറയുന്ന രീതിയിൽ ഇവിടെ പിന്നാക്ക വിഭാഗത്തിന് അവിടെ ഒരു തിരിച്ചടി ഉണ്ടായിട്ടുണ്ട് എന്നുള്ള ആരോപണങ്ങൾക്ക് ഒരു മറുപടി കൂടിയായിട്ടാണ് ഈ പിന്നാക്ക ഹിന്ദു വിഭാഗത്തിനെ കൂടി ഒരു അവരുടെ തരത്തിൽ ഒരു പ്രീണിപ്പിക്കാനോ അല്ലെങ്കിൽ അവരെ ഒരുമിച്ച് നിർത്താനോ ഉള്ളൊരു ശ്രമമായിട്ട്. കാരണം ഈ കാവഡ് ഫെസ്റ്റിവലില് പൂർണ്ണമായിട്ടും യാത്രികരെ പൂർണ്ണമായിട്ടും ഒരു സമൂഹത്തിന്റെ ഒരു പുറം അല്ലെങ്കിൽ പിന്നാക്ക പ്രദേശങ്ങളിൽ നിൽക്കുന്ന മനുഷ്യരുടെ ഒരു ആഘോഷമായിട്ട് കൂടിയാണ് കണക്കാക്കുന്നത്. അപ്പൊ അവരെ ഒരു ആന്റി മുസ്ലിം ഒരു സെന്റിമെന്റിലേക്ക് കൊണ്ടുവരിക, അതുവഴി എന്തെങ്കിലും തരത്തിൽ ഒരു ചെറിയ പോലും ഒരു സ്പാർക്കുകൾ ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തുടർന്നും അതിനെ രാഷ്ട്രീയമായിട്ട് ഉപയോഗിക്കുക എന്നുള്ളൊരു അജണ്ടയിലാണ് BJP ഇതിനെ കണ്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിനൊരു ദീർഘമായിട്ടുള്ള രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ട്. മാത്രമല്ല അത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെ അപകടകരമായിട്ടുള്ള ഒരു കളി കൂടിയാണ് BJP ഇതുവഴി നടത്തുകയും ചെയ്യുന്നത്. ഇപ്പോൾ മുസഫർ നഗറിൻ്റെ കാര്യം പറഞ്ഞു. മുസഫർ നഗറിൽ ഈ 2013 ഈ വർഗീയ സംഘർഷങ്ങൾ സൃഷ്ടിച്ചെടുക്കുന്നത് ലവ് ജിഹാദ് പോലെയുള്ള വ്യാജങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ടാണ്. അപ്പോൾ ഇവിടെ ഈ തീർത്ഥയാത്ര ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഈ ഹോട്ടൽ ഉടമകളുടെ പേരുകൾ പ്രദർശിപ്പിക്കണം എന്ന് പറയുമ്പോൾ ആ റൂട്ടിൽ ഹോട്ടലുകൾ നടത്തുന്ന അല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള ഭക്ഷ്യവസ്തുക്കൾ വിൽക്കുന്ന കടകൾ നടത്തുന്ന സ്വാഭാവികമായിട്ടും മുസ്ലിങ്ങളായിട്ടുള്ള ആളുകളുടെ പേരുകൾ പ്രദർശിപ്പിക്കപ്പെടണം എന്നുള്ള അർത്ഥത്തിൽ തന്നെയാണ്. അപ്പോൾ അത് പ്രദർശിപ്പിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ എന്തെങ്കിലുമൊക്കെ സംഘർഷ സാധ്യതകൾ ഉടലെടുക്കാനുള്ളത് വളരെ പ്രകടമായ സാധ്യതയാണ്. എന്തെങ്കിലും സംഘർഷങ്ങളുണ്ട്. അപ്പോൾ ഈ മേഖലകളിലൊക്കെ സംഘർഷ സാധ്യത തുറന്നിടുക, എന്നിട്ട് ഒരു മുസ്ലിം വിരുദ്ധ മനോഭാവം വീണ്ടും ആളിക്കത്തിച്ചുകൊണ്ട് ഈ ഏകീകരണം സാധ്യമാക്കുക, അതാണ് ലക്ഷ്യം എന്നുള്ളത് ഉറപ്പാണ്. അതെ, ഒരു സംശയമില്ല. അത് മാത്രമാണ് ലക്ഷ്യം. മാത്രമല്ല നമുക്കറിയാവുന്ന പോലെ തന്നെ മുസഫർ നഗറിലായിക്കോട്ടെ, ആ പരിസര പ്രദേശങ്ങളിലായിക്കോട്ടെ, അല്ലെങ്കിൽ ഈവൻ ഉത്തരാഖണ്ഡ് ഹരിദ്വാർ പ്രദേശങ്ങളിൽ പോലും ഈ സാധാരണ ഹോട്ടലുകൾ, അതായത് സസ്യഭക്ഷണമല്ലാത്ത നോർമൽ ആയിട്ടുള്ള ഭക്ഷണം കിട്ടുന്ന ഹോട്ടലുകൾ നടത്തുന്ന ആളുകൾ മുസ്ലിങ്ങൾ മാത്രമല്ല, അതിനകത്ത് ധാരാളം ഹിന്ദുക്കളുമുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും ഇത്തരം ഒരു ആഘോഷങ്ങൾ നടക്കുക, അല്ലെങ്കിൽ ഒരു ജാഥകൾ നടക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ കസ്റ്റമേഴ്സ് കൂടുതൽ ഏത് തരത്തിലുള്ളതാണെന്ന് കരുതിയിട്ട് അവർ ചിലപ്പോൾ താൽക്കാലികമായിട്ട് സസ്യഭക്ഷണങ്ങൾ മാത്രം കൊടുത്താൽ മതിയെന്ന് തീരുമാനിക്കും. അപ്പോൾ അതായത് സസ്യഭക്ഷണം അല്ലാത്ത ഭക്ഷണം കൊടുക്കുന്ന പ്രദേശങ്ങളില് ഹിന്ദുക്കളായിട്ടുള്ള ഹോട്ടൽ ഉടമകൾക്ക് യാതൊരു തരത്തിൽ പ്രശ്നം ഉണ്ടാവില്ല അവരുടെ പേര് വെച്ചിട്ട്. അതേസമയം മുസ്ലിം ഹോട്ടൽ ഉടമകളുടെ പേരിൽ മാത്രം പ്രശ്നം ഉണ്ടാവും. ഇപ്പൊ ഇതേപോലെ ഇപ്പൊ കഴിഞ്ഞ ദിവസം അവിടെ ഈ ഉള്ളിക്കറി വിളമ്പിയതിന് അല്ലെങ്കിൽ ഉള്ളി വിളമ്പിയതിന്റെ പേരിൽ പോലും പ്രശ്നമുണ്ടായി എന്ന് പറഞ്ഞു. ഇതിന് ഏത് തരത്തിലും ആകാം. നിങ്ങൾക്കൊരു മണത്തിന്റെ പേര് പുറത്തായിക്കോട്ടെ, എന്തുമായിക്കോട്ടെ, അതൊരു മുസ്ലിം പേരുള്ള ഒരു ഹോട്ടൽ ഉടമയുടെ ഒരു പേരിലാണെങ്കിൽ എന്തെങ്കിലും ഏറ്റവും നിസാരമായ കാര്യം പോലും വളരെ വൈകാരികമായിട്ടുള്ള ഒരു വർഗീയ പ്രശ്നമായിട്ട് മാറാം. കാരണം ഈ ശിവഭക്ത ഒരു കൂട്ടം അവര് സ്വാഭാവികമായിട്ടും ഈ ദീർഘദൂരം യാത്ര ചെയ്യുന്ന ഒരു പുരുഷ ഒരു ആരമാണ്. പുരുഷന്മാർ മാത്രം ചേർന്നിട്ടുള്ള ഒരു വലിയ സംഘങ്ങളാണ്. ഇപ്പൊ സ്ത്രീകൾക്ക് യാത്രാ വിലക്കൊന്നുമില്ല, വളരെ അപൂർവമായിട്ട് സ്ത്രീകളൊക്കെ ഉണ്ടാവാറുണ്ട്. പക്ഷെ നോർമലി ഈ പറയുന്നത് തുറസായിട്ടുള്ള യാത്രയാണ്, തുറസായിട്ടുള്ള വഴികളാണ്, ഈ ആൾക്കൂട്ടത്തിനിടയിലുള്ള യാത്രയാണ്. അതുകൊണ്ട് തന്നെ പലപ്പോഴും അവിടെ മിക്കവാറും സ്ത്രീകൾ ഉണ്ടാകാറില്ല. അപ്പൊ ഈ പുരുഷമായ ആൾക്കൂട്ടത്തിന്റെ ഇതില് ഏതെങ്കിലും തരത്തിലൊരു ചെറിയമായിട്ടുള്ള ഒരു പ്രകോപനം ഉണ്ടായാൽ മതി. അത് ഒരു മുസ്ലിം പേര് എഴുതി വെച്ചിട്ടുള്ള കടയിലാണെങ്കിൽ അത് ഉത്തരേന്ത്യയിൽ, പ്രത്യേകിച്ചും UP-യിലോ ഉത്തരാഖണ്ഡിലോ ഉണ്ടാകാവുന്ന സംഘർഷത്തിന്റെ വലിപ്പം വളരെ ഭീകരമായിരിക്കും. അത് അവർക്ക് തന്നെ നന്നായിട്ട് തന്നെ തിരിച്ചറിയുകയും ചെയ്യാം. മാത്രമല്ല അത് കണക്കാക്കുന്ന മിക്കവാറും അല്ലെങ്കിൽ പേരെഴുതി വെക്കേണ്ട ഒരു സാഹചര്യം വന്നിട്ടുണ്ടെങ്കിൽ ഈ മുസ്ലിം നാമധാരികളായിട്ടുള്ള കട നടത്തുന്ന ഹോട്ടൽ നടത്തുന്ന ആളുകൾക്ക് ഏതാണ്ട് അവരെ കട പൂട്ടിയിടുക, അല്ലെങ്കിൽ അവരുടെ ഈ ജീവിതമാർഗം ഒരു മാസം 1.5 മാസത്തോളം അവർക്ക് വേണ്ടാന്ന് വെക്കുക എന്നത് മാത്രമേ അവരുടെ മുന്നിൽ ഒരു നിവൃത്തിയുള്ളൂ. കാരണം സാധിക്കുന്ന കാര്യമല്ല. കാരണം അത് വളരെ റിസ്ക് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇതൊരു തീപ്പരിവ് എവിടെയാണ് ചെതറുക വീഴുക എന്നറിയില്ല, അതായത് ഏത് നേരത്തിലേക്കാണ് വ്യാപിക്കുക എന്നറിയില്ല. പ്രത്യേകിച്ചും മുസഫർ നഗറിലൊക്കെ ഉള്ള
മുസ്ലിങ്ങളാണെങ്കിൽ ഇത് ധാരാളം അനുഭവിച്ച് അവർക്ക് അറിയാവുന്നതാണ്, അവർക്ക് ഭയങ്കര പേടിയുള്ളതുമാണ്. അത് കാരണം തന്നെ ഒരു ജീവിക്കാനുള്ള അവകാശത്തിന്റെ പോലും ഒരു കടന്നുകയറ്റാണ്. സുപ്രീം കോടതി ഇന്ന് അത് നിരീക്ഷിച്ചിട്ടുണ്ട്. അതൊരു മനുഷ്യരുടെ തുല്യനീതിക്ക് ഇതവിടെ ഒരു കാര്യം, ഇപ്പൊ നമ്മള് ശബരിമല തീർത്ഥാടന കാലമൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ കേരളത്തിലേക്ക് ഒരുപാട് ആളുകൾ കേരളത്തിലേക്ക് വരുന്നൊരു സമയമാണ്. അപ്പോൾ അതിൻ്റെ ആനുകൂല്യം കേരളത്തിലെ ഈ ഹോട്ടലുകൾക്കൊക്കെ ലഭിക്കാറുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ ധാരാളം ആളുകൾ വരുന്നു, അവർക്കൊക്കെ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് അവർ ഹോട്ടലുകളെ ആശ്രയിക്കാറുണ്ട്. ആ ഹോട്ടലുകൾ ആര് നടത്തുന്നു എന്നുള്ളത് പ്രശ്നമല്ല, വെച്ചാൽ അവരുടെ ഒരു വരുമാനം വർദ്ധിക്കുന്ന കാലം, ബിസിനസ് കൂടുന്ന കാലം. അപ്പോൾ ഈ കമ്മ്യൂണിറ്റിയെ ആ രംഗത്ത് നിന്ന് പൂർണ്ണമായിട്ട് മാറ്റുക എന്നുള്ള ഒരു അജണ്ട അവിടെ വേറെ ഉണ്ടാവാം. അതിനൊപ്പം ഇതിപ്പോൾ ഇത്രയും ലാർജ് സ്കെയിലായിട്ട് നടക്കുന്ന ഒരു തീർത്ഥാടനത്തിന് ഇങ്ങനെ ഒരു നിർദ്ദേശം വയ്ക്കുകയും അത് നടപ്പിലാവുകയും ചെയ്യുകയാണെങ്കിൽ മറ്റിടങ്ങളിലും ഇത് നടക്കാനുള്ളൊരു സാധ്യത വളരെ കൂടുതലാണ്. ഈ ഡിമാൻഡ് വരാനുള്ളൊരു സാധ്യത കൂടുതലാണ്. അത് നടത്തിയെടുക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടാവാൻ സാധ്യതയാണ്. അപ്പോൾ ഇത് യു പിയിൽ മാത്രം ഒതുക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളൊരു കാര്യമായിട്ട് നമ്മൾ കരുതേണ്ടതില്ല എന്ന് തോന്നുന്നു. ഇത് അവിടെ സക്സസ്ഫുൾ ആണെങ്കിൽ ഇത് മറ്റിടങ്ങളിലേക്ക് വ്യാപിപ്പിക്കാനുള്ളൊരു പദ്ധതി കൂടെ ഒരുപക്ഷെ ഇവർക്കുണ്ടാവണം. ഒരു സംശയമില്ല. അത് ഇവൻ കേരളത്തിൽ അടക്കമുള്ള ശബരിമല അടക്കമുള്ള സ്ഥലങ്ങളിൽ ഇത് വ്യാപിക്കാനായിട്ടുള്ള ധാരാളം കാര്യങ്ങളുണ്ടാവും, ഇത് സക്സസ്ഫുൾ ആയിട്ട് നടത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. കാരണം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, ഇപ്പം എരുമേലി ആയിക്കോട്ടെ, റാന്നി ആയിക്കോട്ടെ, ഈവൻ കോട്ടയത്തിന്റെ പല പ്രദേശങ്ങളിലും ആയിക്കോട്ടെ, ശബരിമല തീർത്ഥാടകരുടെ ഒരു വലിയ മറ്റേ സംഘങ്ങൾ വരുന്ന സ്ഥലങ്ങളിൽ പലയിടത്തും പല ഹോട്ടലുകളും താൽക്കാലികമായിട്ട് ആ സീസണിൽ, പ്രധാനപ്പെട്ട സീസണിൽ വെജിറ്റേറിയൻ ഹോട്ടൽസ് മാത്രമായിട്ട് പ്രവർത്തിക്കാറുണ്ട്. സ്വാഭാവികമായിട്ടും ഉള്ളതാണ്. കാരണം കസ്റ്റമേഴ്സിൽ ഏതാണ്ട് 99% വരുന്നത് ഇതേപോലെ പല സ്ഥലത്തുനിന്ന് വരുന്ന ഈ തീർത്ഥാടക സമൂഹമാണ്. അപ്പൊ അവരുടെ താല്പര്യമാണ് സ്വാഭാവികമായിട്ടും പ്രധാനം. അപ്പൊ ആ ഒരു മാസക്കാലം അവർക്ക് വേണ്ട ഭക്ഷണങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതാണ്. അത് സാധാരണ ഒരു നാട്ടിലെ ഒരു മര്യാദ രീതിയുമാണ്. ഇപ്പോ മറ്റു മഹാകുംഭമേള നടക്കുന്ന സമയത്ത് ഉജ്ജയിൻ എന്ന് പറയുന്ന നഗരത്തിലെ ശരിക്കും ഒരു പോപ്പുലേഷൻ വെച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ മുസ്ലിം പോപ്പുലേഷൻ കൂടുതലുള്ള ഇന്ത്യൻ നഗരങ്ങളിൽ ഒന്നായിരിക്കും ഉജ്ജയിൻ. പക്ഷെ മഹാകുംഭമേള നടക്കുന്ന ഏതാണ്ട് ഒരു 3-3.5 മാസത്തോളം അവിടെ വീടുകളിൽ പോലും ആരും മറ്റേ മാംസം വാങ്ങിക്കുകയോ മത്സ്യം വാങ്ങിക്കുകയോ ചെയ്യില്ല. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് അങ്ങനെയുള്ളൊരു ഇതാണ്. എവിടെ നിന്നൊക്കെയോ വന്ന എത്രയോ അധികം മനുഷ്യർ, ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് മനുഷ്യരുണ്ട്. അവരൊക്കെ കൂടി ചേർന്നുണ്ടാക്കുന്നതാണ് അവിടുത്തെ ഇക്കണോമിയുമെല്ലാം. അപ്പൊ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ ഈ കാവഡ് യാത്രക്കാരുണ്ടാക്കുന്ന ഒരു ഇക്കണോമി കൂടി ഉണ്ട്, അവിടെ ലോക്കലായിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഒരു സ്വാഭാവികമായിട്ടും അതിന്റെ അവകാശം ഈ പറയുന്ന അവിടുത്തെ ഈ ചെറിയ കച്ചവടം നടത്തുന്ന മുസ്ലിങ്ങൾക്കും ഉണ്ട്. അപ്പൊ ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റെപ്രസെന്റേഷൻ നൽകുന്നില്ല, ജീവിതത്തിനുള്ള ഒരു അരക്ഷിതത്വം നൽകുന്നു. അതെല്ലാം കൂടാതെ ഇപ്പൊ ജീവിത മാർഗം കൂടി നടത്തുകളയാനുള്ള ഒരു ശ്രമം നടക്കുന്നു. ഒരു വലിയ ഒരു മനുഷ്യാവകാശ ലംഘനമാണ് അവിടെ നടക്കുന്നത്. അതേപോലെ തന്നെ രാജീവ് പറഞ്ഞ മാതിരി തന്നെ ഇതൊരിക്കൽ ഒരു സ്ഥലത്ത് വിജയിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇന്ത്യയിൽ മറ്റെവിടെ വേണമെങ്കിലും ഒരു പ്രാക്ടിക്കലായിട്ട് നടപ്പാക്കാവുന്ന ഒരു കാര്യമായിട്ട് മാറും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. റൈറ്റ്. ഞാൻ അവസാനമായിട്ടൊരു കാര്യം കൂടെ, ഇപ്പോൾ കഴിഞ്ഞ ദിവസം CPIM ഒരു പ്രസ്താവന ഉണ്ടായിരുന്നു. അത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം വന്നതിന് ശേഷം വടക്കേ ഇന്ത്യയിൽ പല ഭാഗത്തും മുസ്ലിങ്ങൾ വ്യാപകമായി ആക്രമിക്കപ്പെടുന്നു എന്നൊരു പ്രസ്താവനയിലൂടെ CPIM പറഞ്ഞിരുന്നു. ഇങ്ങനെ ആക്രമണങ്ങൾ നടക്കുന്നത് സംബന്ധിച്ചിട്ടുള്ള റിപ്പോർട്ടുകളും നമ്മൾ കണ്ടു. ഇപ്പോൾ തെലങ്കാന പോലുള്ളൊരു സംസ്ഥാനത്ത് പോലും എന്താ പറയുക, കാലിക്കടത്ത് ആരോപിച്ചുകൊണ്ട് ആൾക്കൂട്ടം ആക്രമിക്കുന്ന കാഴ്ച, അതേക്കുറിച്ചുള്ള റിപ്പോർട്ടുകൾ നമ്മൾ കണ്ടു. ഹരിയാനയിൽ നിന്ന് അത് കേട്ടു. അങ്ങനെ ഇത്തരം ആക്രമണങ്ങൾ നടക്കുന്നതായിട്ടുള്ള റിപ്പോർട്ടുകളുണ്ട്. അതിൻ്റെ പുറകെയാണ് ഈ എന്താ പറയുക, കാവഡ് യാത്രയുടെ ഭാഗമായിട്ട് പേര് പ്രദർശിപ്പിക്കണം എന്നൊക്കെയുള്ള നിർദ്ദേശങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ ഇതെന്ന് വെച്ചാൽ ഈ ഹിന്ദുത്വ അജണ്ട അവരുടെ ഒരു ശക്തി ചോർന്നു പോകുന്നു എന്നുള്ളൊരു തോന്നലിൻ്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ വിഗറസായിട്ട് അവരുടെ തീവ്രമായ അജണ്ടകൾ നടപ്പാക്കാൻ ശ്രമിക്കുന്നു. അതിന് പല മാനിഫെസ്റ്റേഷൻസ് നമ്മുടെ മുമ്പിൽ നമ്മൾ കാണേണ്ടി വരും എന്നാണോ നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്? അത് തന്നെയാണ് ഞാനിത് നേരത്തെ ഇതിനെ കുറിച്ച് പറയാൻ എഴുതുകയും ചെയ്തിട്ടുണ്ടായിരുന്നത്. എനിക്ക് തോന്നുന്നതിൽ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അതാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടുള്ള ഒരു തിരിച്ചടി BJP സംബന്ധിച്ചുള്ള അവരുടെ സകല കണക്കൂട്ടലുകൾക്കും അപ്പുറമായിരുന്നു. വെച്ചാൽ തെരഞ്ഞെടുപ്പിന്റെ ഒരുപക്ഷെ അവരുടെ ആ പ്രോസസ്സ് ആരംഭിച്ചതിന് ശേഷം അവർക്ക് മനസ്സിലായി കാണണം. പക്ഷെ തെരഞ്ഞെടുപ്പിന് മുമ്പ് അവർ പ്രതീക്ഷിച്ചിരുന്ന അല്ലെങ്കിൽ അവരുടെ മുഴുവൻ സ്വപ്നങ്ങൾക്കും എതിരായിട്ടായിരുന്നു ഈ സംഭവം ഉണ്ടാവുന്നത്. അതോടുകൂടി ഒരു തരത്തിലൊരു ആത്മവീര്യം BJP അണികൾക്കിടയിൽ ഭയങ്കരമായിട്ട് കുറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഇപ്പൊ ഡൽഹിയിൽ നിന്ന് BJP വളരെ കാര്യമായിട്ട് അതിനെ നോക്കിക്കാണുന്ന പല സുഹൃത്തുക്കളും നമ്മളോട് പറയുന്നത്
ഇവർക്ക് യഥാർത്ഥത്തിൽ നല്ല ഭൂരിപക്ഷത്തിലെല്ലാം വിജയിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മന്ത്രിസഭയിൽ പല മാറ്റങ്ങളും വരുത്താനായിട്ട് ഇവർക്ക് പദ്ധതി ഉണ്ടായിരുന്നു. പല വകുപ്പുകളും ഷഫിൾ ചെയ്യാനുള്ള പദ്ധതി ഉണ്ടായിരുന്നു. പക്ഷേ ഈ പറയുന്ന രീതിയിൽ ഇത് അണികളുടെ ആത്മവീര്യം കുറയുന്നത് ഒരു സാഹചര്യം വരുമ്പോൾ ഒന്നും സംഭവിച്ചിട്ടില്ല. പഴയ പോലെ തന്നെയാണ് BJP ഇപ്പോഴും നിലനിൽക്കുന്നത് എന്നുള്ളൊരു തെളിവായിട്ടാണ് ഈ മന്ത്രിസഭയിലെ പ്രധാനപ്പെട്ട പോർട്ട്ഫോളിയോയിൽ പോലും യാതൊരു തരത്തിലും മാറ്റമില്ലാതെ അതേപടി അവതരിപ്പിച്ചു. അഥവാ BJPക്ക് യാതൊരു തരത്തിലും ഒരു പ്രശ്നം വന്നിട്ടില്ല. അപ്പൊ ആ സന്ദേശം ഇവരുടെ BJPയുടെ അടിത്തട്ടിൽ വരെ പലയിടത്തേക്കും പോയിട്ടുണ്ട്. യാതൊരു തരത്തിലും നമ്മുടെ പ്രവർത്തനങ്ങൾക്കോ രീതികൾക്കോ യാതൊരു തരത്തിലുള്ള കോംപ്രമൈസോ ഇതോ ഇല്ല. അത് എങ്ങനെയാണോ BJP തുടർന്നിരുന്നത് ആ രീതിയിൽ തന്നെ BJP തുടരും. ഈ തെരഞ്ഞെടുപ്പിലെ ഫലത്തിൽ യാതൊരു തരത്തിലുള്ള പ്രശ്നവുമില്ല. അപ്പൊ അത്തരം അവരുടെ ഒരു ഈ പറയുന്ന ഒരു ആത്മവീര്യം നിലനിർത്താനുള്ള ഒരു ഘട്ടങ്ങളുടെ ഭാഗം കൂടിയാണ് ഈ പറയുന്ന ഈ പശുക്കടത്ത് ആരോപിച്ച് ഇപ്പൊ ഛത്തീസ്ഗഡിലായിക്കോട്ടെ, ഇപ്പൊ തെലങ്കാനയിലായിക്കോട്ടെ, രാജസ്ഥാനിലും ഗുജറാത്ത് UPയിലും ഉണ്ടായിട്ടുള്ള സംഭവങ്ങളായിക്കോട്ടെ, അതൊരു കാര്യം എന്നുള്ളതാണ് എൻ്റെ ഒരു തോന്നൽ. കാരണം അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അവരുടെ ഒരു അതേ വീര്യം, ഒരു രാഷ്ട്രീയ വീര്യമോ അല്ലെങ്കിൽ അവർ ഇതുവരെ തുടർന്നുകൊണ്ടിരുന്ന ഇതിനു മുമ്പുള്ള 10 വർഷങ്ങളിൽ എങ്ങനെയാണോ അവരുടെ ഒരു ഏകാധിപത്യ സ്വഭാവത്തിലേക്കോ അല്ലെങ്കിൽ ഒരു ഹിന്ദുത്വയുടെ പ്രധാനപ്പെട്ട അജണ്ട വെച്ചിട്ടൊരു ആന്റി മുസ്ലിം ആയിട്ടുള്ള ഒരു സ്വഭാവത്തിലോ അജണ്ടയിലോ അവർ തുടർന്നിരുന്നത് അത് അതേപടി തന്നെ തുടരും. അല്ലെങ്കിൽ അത് കുറച്ചുകൂടി തീവ്രമായിട്ട് തന്നെ തുടരുക തന്നെ ചെയ്യുകയുള്ളൂ. അല്ലാതെ അവരുടെ ഒരു രാഷ്ട്രീയത്തിൽ അവർ ഒരു കൂടി പോലും പിന്നോട്ട് വയ്ക്കുന്ന ഒരു സാഹചര്യം ഇല്ല എന്ന് തെളിയിക്കേണ്ടത് ഇപ്പോൾ BJPയുടെ ഒരു ബാധ്യതയാണ്. അല്ലെങ്കിൽ അണികൾക്ക് അത് തെളിയിക്കാനുള്ള നിർദ്ദേശങ്ങൾ ലഭിച്ചിട്ടുണ്ട്. അത് നേതൃതലത്തിലും അത് നടപ്പാക്കും എന്നുള്ളതിന്റെ ഒരു തെളിവ് കൂടിയാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ള ഈ പറയുന്ന സംസ്ഥാന സർക്കാർ ഉത്തരവിട്ട്. നമുക്കറിയാം, അത് ഉത്തരവ് വരുന്നതിന് മുമ്പ് തന്നെ വളരെ വിമർശനങ്ങൾ ഉയർന്നതാണ്. അതരുത് എന്ന് പലരും പറഞ്ഞിട്ടുള്ളതാണ്. പ്രത്യേകിച്ച് ലോക്സഭയിലും രാജ്യസഭയിലൊക്കെ ഇപ്പോ പ്രതിപക്ഷത്തിന് കുറച്ചും കൂടി ശക്തിയുള്ള കാലമാണ്. ഇവർക്ക് അറിയാം ഇത് വന്നു കഴിഞ്ഞാൽ പ്രശ്നമാകുമെന്നാ പറയാം. എന്നിട്ട് പോലും ഈ വിമർശനങ്ങൾക്ക് ശേഷവും ഇങ്ങനൊരു ഉത്തരവുമായിട്ട് വരാനായിട്ട് മറ്റേ യോഗി ആദിത്യനാഥും BJPയും തയ്യാറാവുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊരു മനഃപൂർവ്വമായിട്ടൊരു കാര്യമാണ്. ഇതിനെ ഈ രീതിയിൽ തന്നെ നേരിടാനാണ് അല്ലെങ്കിൽ തുടർന്ന് ഇങ്ങനെ തന്നെ പ്രവർത്തിക്കാനാണ് BJP ഉദ്ദേശിക്കുന്നത് എന്നുള്ളതിന്റെ ഒരു സന്ദേശം കൂടിയാണ് എന്നുള്ളതാണ് തോന്നുന്നത്. അവസാനമായിട്ട് ഒരു കാര്യം കൂടി, ഇപ്പോൾ ഒറ്റയ്ക്ക് ഭൂരിപക്ഷമില്ല, സഖ്യകക്ഷികളുണ്ട്. JDUവും RLDയും പരസ്യമായിട്ട് ഇതിനെ എതിർത്തിട്ടുണ്ട്, ഈ ഉത്തരവുകളെ. TDP പോലൊരു പാർട്ടിക്ക് എത്ര കാലം ഇത്തരം നയപരിപാടികളുമായിട്ട് യോജിച്ചു പോകാൻ സാധിക്കും എന്നുള്ള ചോദ്യമുണ്ട്. അപ്പോൾ ഈ പറയുന്ന ഘടകകക്ഷികളുടെ ഒക്കെ എതിർപ്പുണ്ടെങ്കിൽ പോലും ഞങ്ങളുടെ അജണ്ടയിൽ, തീവ്ര ഹിന്ദുത്വ അജണ്ടയിൽ ഒരടി പോലും പിന്നാക്കം നിൽക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്നൊരു മെസ്സേജ് കൂടി ഈ ഘടകകക്ഷികൾ കൂടെ കൊടുക്കുകയാണ് ഇവർ ചെയ്യുന്നത്. ഇനിയിപ്പോൾ സർക്കാർ തകരുകയാണെങ്കിൽ അതിനെ മറികടന്ന് ഞങ്ങൾ ഇലക്ഷനിലേക്ക് പോകാനും ഇതേ അജണ്ട വെച്ചുകൊണ്ട് ഇലക്ഷനിലേക്ക് പോകാൻ വേണമെങ്കിൽ തയ്യാറാവും എന്നൊക്കെയുള്ള മട്ടിൽ ആ ആലോചനകൾ പോലും ഒരുപക്ഷെ ആ ഒരു മെസ്സേജ് പോലും കൊടുക്കുന്നതാണ് ഈ തീരുമാനങ്ങളൊക്കെ എന്ന് പറയേണ്ടി വരും. അതുണ്ട്. പക്ഷെ അവരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ആത്മവിശ്വാസം ഉള്ളത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ TDPയോ JDയോ ഉടൻ തന്നെ ഒരു തരത്തിലുള്ള ഒരു സാഹസത്തിനും അവർ തയ്യാറാകില്ല എന്നുള്ളതാണ്. RLD മാത്രമാണ് ഈ പറഞ്ഞ രീതിയിൽ ഇളകി നിൽക്കുന്നത്. പക്ഷെ RLDയുടെ ഒരു എണ്ണം ഒരുപക്ഷെ അവർക്ക് അത്ര വലിയ പ്രശ്നമാവുന്നുണ്ടാവില്ലായിരിക്കും. പക്ഷെ ഏറ്റവും പ്രധാനമായിട്ട് വരുന്നത് JDUവിനെ സംബന്ധിച്ചിടത്തോളം ബീഹാർ തെരഞ്ഞെടുപ്പ് വരെ എങ്കിലും BJPയുടെ കൂടെ നിൽക്കുക എന്നുള്ളതല്ലാതെ ഇപ്പോൾ അവരുടെ മുന്നിൽ വേറെ ഒരു നിവൃത്തിയില്ല. ബീഹാർ തെരഞ്ഞെടുപ്പിന്റെ ഫലത്തെ ആശ്രയിച്ചിട്ടായിരിക്കും JDU എടുക്കുന്ന തീരുമാനം. അതേസമയം അതേപോലെ തന്നെ ആന്ധ്രയിൽ വർഷങ്ങൾക്ക് ശേഷം ചന്ദ്രബാബു നായിഡു തിരിച്ചു വന്നിട്ടുള്ളതാണ്. കേന്ദ്ര സർക്കാരിന്റെ കയ്യിൽ നിന്ന് മതിയാകും തോറും ഒരു കേന്ദ്ര വിഹിതം വാങ്ങിക്കുക, ആന്ധ്രയിലെ ഭരണം മുന്നോട്ട് കൊണ്ടുപോവുക, ജഗനെയും മറ്റ് പാർട്ടിക്കാരെയും ഒതുക്കുക തുടങ്ങിയിട്ടുള്ള ലക്ഷ്യങ്ങളാണ് ചന്ദ്രബാബു നായിഡുവിന്റെ മുന്നിൽ പ്രധാനമായിട്ടുള്ളത്. ഏതായാലും ഒരു 2-3 വർഷമെങ്കിലും ഭരണം നടത്തി അത് സ്റ്റേബിൾ ആകാതെ ചന്ദ്രബാബു നായിഡു എന്തായാലും ഒരു സാഹസത്തിന് തയ്യാറാവാനുള്ള യാതൊരു സാഹചര്യമില്ല. അതേപോലെ തന്നെ നിതീഷിനെ സംബന്ധിച്ചിടത്തോളം ഇലക്ഷന് ശേഷം ഇന്ത്യ സഖ്യം കുറെ കൂടി ശക്തമാണ്. അവർക്ക് അറിയാം ബീഹാറിൽ വലിയ തോതിലായിട്ട് ആയിരിക്കും ഇന്ത്യ സഖ്യം വരാൻ പോകുന്നത്. ഇപ്പോൾ ഇന്ത്യ സഖ്യത്തിലേക്ക് അങ്ങോട്ടേക്ക് ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ യാതൊരു തരത്തിലുള്ള സ്വീകാര്യതയും ഉണ്ടാവില്ല നിതീഷിന്.
അത് കുറച്ചുകൂടി വലിയ സാഹസവുമായി പോകും. അതിനേക്കാൾ അവരെ സംബന്ധിച്ചിടത്തോളം കുറച്ചുകൂടി സുരക്ഷിതം എന്ന് പറയുന്നത് BJPയുടെ ഒപ്പം തന്നെ അടുത്ത ബീഹാർ തെരഞ്ഞെടുപ്പ്, നിയമസഭാ തെരഞ്ഞെടുപ്പ് നേരിടുക എന്നുള്ളതാണ്. അതിലേതെങ്കിലും തരത്തിലുള്ള തിരിച്ചടി ഉണ്ടാവുകയാണെങ്കിൽ മാത്രമേ മിക്കവാറും നിതീഷ് മറ്റൊരു മാർഗം തോന്നുന്നു. അത് BJPക്കും അറിയാം. കുറച്ചു കാലത്തോളം എന്തായാലും അവരുടെ ഒരു ഭരണം ഒരു തരത്തിൽ സ്റ്റേബിൾ ആണ്. ഇനി എങ്ങാൻ ഈ ഇപ്പോ ബീഹാറിലോ അല്ലെങ്കിൽ ഇതേ രീതിയിൽ ഈ സഖ്യകക്ഷികൾ ഏതെങ്കിലും തരത്തിലുള്ളൊരു സംഭവം ഉണ്ടാവുകയാണെങ്കിൽ അതൊരു ഇവർക്കൊരു തരത്തിൽ സഹതാപ തരംഗവുമായിട്ടോ അല്ലെങ്കിൽ BJPയെ മറ്റേ എതിരിടാനായിട്ട് മറ്റെല്ലാവരും കൂടി ഒന്ന് ഒരുമിക്കുന്നു, BJP എല്ലാവരും ഭയപ്പെടുന്നു എന്ന് പറയുന്ന ഒരു നരേറ്റീവ് ഉണ്ടാക്കാനെല്ലാം അവർ ശ്രമിക്കും. പക്ഷെ എനിക്ക് തോന്നുന്നു പ്രധാനമായിട്ടും അവർ തോന്നുന്നത് അവർക്ക് കുറച്ചു കാലത്തേക്ക് സഖ്യകക്ഷികളിൽ നിന്ന് ഒരു ഭീഷണി അവർ പ്രതീക്ഷിക്കുന്നില്ല. കാരണം അത് അങ്ങനെ അപ്പുറത്തേക്ക് പോയിട്ടുണ്ടെങ്കിൽ ഇപ്പം നിതീഷും ചന്ദ്രബാബു നായിഡും കൂടി ഒരുമിച്ച് ചേർന്നിട്ടുണ്ടെങ്കിൽ എളുപ്പത്തിൽ UPAക്ക് ഒരു അല്ലെങ്കിൽ ഇന്ത്യ സഖ്യത്തിന് ഒരു ഗവൺമെന്റ് ഉണ്ടാക്കാനായിട്ട് എളുപ്പത്തിൽ പറ്റുമായിരുന്നെങ്കിൽ ചിലപ്പോ അവരത് ചെയ്തേനെ. പക്ഷെ അതുണ്ടായാൽ പോലും എണ്ണം തയ്ക്കാനോ എല്ലാം അവര് വളരെയധികം ബുദ്ധിമുട്ടേണ്ടി വരും. അപ്പൊ അതുകൊണ്ട് ഒരുപക്ഷെ ഒരു 10 സീറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടോ മാറിയിരുന്നെങ്കിൽ ഇവിടുത്തെ ഒരു സ്ഥിതി ഇങ്ങനെ ആയിരിക്കില്ലായിരുന്നു. പക്ഷെ ഇപ്പോൾ എനിക്ക് തോന്നുന്നു അവർക്കൊരു കുറച്ചു കാലത്തേക്കെങ്കിലും അവർ സുരക്ഷിതരാണ് എന്നുള്ളത് തന്നെയാണ് BJP കരുതുന്നത്. റൈറ്റ്. കാവടി യാത്രയുടെ പുറത്ത് വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കാൻ ശ്രമിക്കുമ്പോൾ BJPക്ക് അത് ചെറിയ അജണ്ടയല്ല. അവരുടെ തീവ്ര ഹിന്ദുത്വ നിലപാടുകളോ അജണ്ടകളോ ഒന്നും മാറ്റിവെക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന പ്രത്യക്ഷത്തിലുള്ള സന്ദേശം നൽകലായി അതിനെ കാണണം. അതിലൂടെ സൃഷ്ടിക്കപ്പെടുന്ന വിഷം തങ്ങൾക്ക് വളമാകും എന്ന പ്രതീക്ഷ സംഘപരിവാരത്തിനുണ്ട് എന്ന് തന്നെ കരുതണം. ഇൻസൈറ്റിൻ്റെ എപ്പിസോഡ് ഇവിടെ പൂർത്തിയാവുന്നു. മറ്റു എപ്പിസോഡുമായി വീണ്ടും കാണാം.